കുഴപ്പമില്ല, നല്ല ഉണ്ട്. പിന്നെ ജനനായകൻ വിജയിന്റെ സിനിമ ഫീൽഡ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത ഇയാളുടെ പൊളിറ്റിക്കൽ ഫീൽഡ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്? രണ്ടും പൊളിറ്റിക്കലി ഇപ്പൊ നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ. ശരി ശരി, നല്ല പെർഫോമൻസ് ആണ് തമിഴ്നാട്ടിൽ കാണിക്കുന്നത്. ശരി, ഇത് വിജയിന്റെ ലാസ്റ്റ് പടം. ഇനി വിജയ് മൂവിയിലും നടിച്ചിട്ടില്ല. അപ്പോൾ എങ്കിൽ വിജയെ കാണാതെ കുറിച്ച് നിങ്ങളോട് ഒരു ഫാനായിട്ട് നിങ്ങളുടെ വിജയുടെ ഇനി അഭിനയിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ലതാണ്, പൊളിറ്റിക്കൽ നല്ലതാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. വിജയുടെ മൂവി എങ്ങനെയുണ്ട്? നല്ല മൂവി, ഇഷ്ടപ്പെട്ട്, എല്ലാം കൊള്ളാം, അടിപൊളി. വിജയ് வந்து ലാസ്റ്റ് പടം പറഞ്ഞിട്ടുണ്ട്, അത് കുറിച്ച് നിങ്ങളുടെ ലാസ്റ്റ് വൻ നഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. ലാസ്റ്റ് എന്താ പറയാ, നമുക്ക് ഇനിയും പടം വേണമെന്നാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, CM ആയില്ല, ഇനി വരട്ടെ. സിനിമ ഫീൽഡ് ഹയസ്റ്റ് പൊസിഷൻ ഉണ്ടായിരുന്ന വിജയ് ഇന്നേക്ക് ഇന്ന് അറസിയൽ ചേഞ്ച് ആയിട്ടുണ്ട്. അത് എങ്ങനെ നോക്കാം? അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇനിയും പുള്ളിയുടെ പടങ്ങൾ വരണമെന്നാണ് നമുക്ക് ആഗ്രഹം. പക്ഷെ വരട്ടെ, എന്തായാലും കംബാക്ക്, സൂപ്പർ പടം, അടിപൊളി. വിജയ് മൂവി എങ്ങനെയുണ്ട്? നല്ല പടമാണ്. നല്ല. ഇപ്പോൾ വിജയ് മുന്നേ ഒരു ആക്ടർ ആയിട്ടുണ്ട്, ഇപ്പോൾ അയാൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുണ്ട്. അത് കുറിച്ച് നിങ്ങളുടെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് വിജയും മറ്റേ മമ്മിത വഹിച്ചു. സൂപ്പറായിട്ടുണ്ട്. அரசியல் அதாவது சினிமா விட்டு அரசியல் போயிட்டு அது குறித்து நீங்களோட போவானு நினைக்கிறேன். இந்த படம் மிஸ் ஆகுலையா? விஜய் ஒரு ஆக்டர் ஆயிട്ടുണ്ട്, போய் அப்போ எங்கன நோக்கம் கொஞ்சம் கஷ்டமா தான் இருக்கு. இன்னும் வரும்போது படம் இல்லை, அந்த மாதிரி தான் டைட்டில் எல்லாமே இருக்கு. இந்த லாஸ்ட் பார்ட்ல இந்த மெமரிஸ் எல்லாமே இருக்கு. ஸோ அது கொஞ்சம் கஷ்டமா தான் இருக்கு. ஸோ நல்லா இருக்கு படம். இந்த விஜய் ஜனநாயகன் எங்கே நோக்கம்? அருமைയാണ്. പിന്നെ വിജയ് ഇപ്പോ ഒരു ആക്ടർ ആയിട്ട് ഇല്ലാതെ ഇപ്പോ പൊളിറ്റിക്കൽ മാറിപ്പോയി. അപ്പോ അത് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ഇതേപോലെ അടിപൊളിയായിട്ട് വരും, സൂപ്പറാവും. മൂവി നല്ല പടം. ഇപ്പോ വിജയ് ആക്ടർ ആയിട്ടുണ്ട്, ഇപ്പോ അയാൾ പൊളിറ്റിക്കൽ മാറിപ്പോയി. അത് കുറിച്ച് നിങ്ങളുടെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. മാറ്റങ്ങൾ വരുത്തട്ടെ. പിന്നെ ഇവിടെ കേരളത്തിൽ കയറിയാൽ വിജയിന്റെ പാർട്ടി ഇവിടെ കയറിയാൽ അയാൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അപ്പോ നെക്സ്റ്റ് CM കേരള അയാൾ തന്നെ നോക്കാം. പിന്നെ ഇത് മുന്നേ എല്ലാം വിജയ് ഒരു ആക്ടറായിട്ട് നോക്കിയിട്ടുണ്ട്, ഇപ്പോ അയാൾ അറസിയലിൽ പോയി, പൊളിറ്റിക്കൽ പോയി. അപ്പോ വിജയെ ഇപ്പോ എല്ലാം ഇനി തിരയിലെ കണ്ടിട്ടില്ല, അതായത് ഇതിലെ കണ്ടിട്ടില്ല, ബിഗ് സ്ക്രീനിലെ കണ്ടിട്ടില്ല. അത് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇറ്റ്സ് വണ്ടർഫുൾ മൂവി ആൻഡ് എന്താ പറയാ, നമ്മള് എല്ലാവരും ആഗ്രഹിച്ച മാറ്റങ്ങളാണ് സിനിമകളിൽ കൊണ്ടുവരുന്നത്. ഒരു തമിഴ്നാട് എങ്ങനെ മാറണം, അതേപോലെ എല്ലാം എങ്ങനെ മാറണമെന്ന് ഈ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാകും. സൂപ്പർ. ഒന്നും ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ നിർത്തിയിട്ട് പിള്ളേരെ കൊണ്ട് വന്നത്. ശരി. പിന്നെ ഇപ്പോ വിജയ് മുന്നേ എല്ലാം ഒരു ആക്ടർ ആയിട്ടുണ്ട്, ഇപ്പോ അയാൾ പൊളിറ്റിക്കൽ പോയി. അപ്പോ അത് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇങ്ങനെ തന്നെയാണെങ്കിൽ പൊളിക്കും, തമിഴ്നാട് എല്ലാം കത്തും. അപ്പോ കേരളക്കും അയാളുടെ പാർട്ടി ഇവിടെ വന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഉണ്ട്, ഫുൾ സപ്പോർട്ട്. അടിപൊളി പടം. ഞാനൊരു വലിയ വിജയ് ഫാനാണ്. വിജയുടെ ലാസ്റ്റ് പടം എന്നുള്ളതിന്റെ വലിയ സങ്കടത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത് മാത്രമേ ഉള്ളൂ. അടിപൊളി പടം, ഒന്നും പറയാനില്ല. ഞങ്ങൾ ബ്രിസ്റ്റോൾ ഇന്റർനാഷണൽ ഒരു അക്കാഡമിയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് പടം ആയതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. അടിപൊളി പടം, ഒന്നും പറയാനില്ല. വിജയ് ഇനി ബിഗ് സ്ക്രീനിൽ കാണാതെ ഇല്ല. പിന്നെ അത് കുറിച്ച് നിങ്ങളുടെ ഒരു വിജയ് ഫാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ പറയാൻ എന്താ, ആള് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. അങ്ങോട്ട് ചെന്നു സാധു എന്താ പറയട്ടെ സാധു? വിജയ് ഇപ്പോ പൊളിറ്റിക്കലിൽ പോയില്ല, അത് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. സാധു പറഞ്ഞു. സാധു പറഞ്ഞോ. இப்போ விஜய் மூவிஸ் நமக்கு மிஸ் பண்ணோம். ஏன்னா இங்கே கொண்டாட்டம் தான். ஃபர்ஸ்ட் டே ஃபர்ஸ்ட் ஷோ எல்லா மூவியும் நாங்கள் பார்ப்போம். இன்னைக்கு நம்ம ஸ்டாஃபும் ஸ்டூடெண்ட்ஸ் எல்லாம் கூடி சேர்ந்து 40 டிக்கெட் தான் புக் பண்ணியிருக்கு. எங்களோட எல்லா ஸ்டூடெண்ட்ஸும் இங்கே இருக்கு. மூவி பார்த்துட்டு என்ஜாய் பண்ணிட்டு தான். விஜயோட அரசியல் அதை எப்படி பார்க்குறீங்க, எങ്ങനെ நோக்கி? മലയാളത്തിൽ ഇതുവരേക്കും ചെയ്തതെല്ലാം പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നേക്കുന്ന മെഡിക്കൽ പരമായിട്ടാണെങ്കിലും മറ്റു പല കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സൂപ്പറായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ വിജയ് പാർട്ടി ഇവിടെ കേരളമൊക്കെ എത്തിയാൽ പൊളിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. പിന്നെ വിജയ് ഇനി
ഈ ബിഗ് സ്ക്രീനിൽ കാണാതെ പോകും. ഇപ്പോ വിജയ് അറസിയിലേക്ക് പോയി. പിന്നെ അതുകുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിൽ ഒന്ന് അടിപൊളിയായിരിക്കും. വിജയ് കേരളത്തിൽ വന്നാൽ അയാൾക്ക് സപ്പോർട്ട് ഉണ്ടോ? ഉറപ്പായിട്ടും 100%. അപ്പോ വിജയ് വരണം എന്നാണ്. അടിപൊളിയാണ്. പിന്നെ ഓക്കെ. പിന്നെ ഇപ്പോ വിജയ് ഇനി ഇവിടെ ബിഗ് സ്ക്രീനിൽ നിങ്ങളെല്ലാം കണ്ടിട്ടില്ല. പിന്നെ അയാൾ അലസയിലേക്ക് പോയി, പൊളിറ്റിക്കൽ പോയി. പിന്നെ അതുകുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല മാറ്റം എന്താണെങ്കിലും ഉണ്ടാക്കും. അതുകൊണ്ട് നല്ല അഭിപ്രായം. തമിഴ്നാട്ടിൽ ഉണ്ടാക്കുമ്പോ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കുമോ? അതറിയാൻ പാടില്ല കേട്ടോ. എന്നാലും പടം അടിപൊളിയാണ്. എന്താ ബബിത ബിജുവിന്റെ കംബാക്ക് ഉണ്ടായിരുന്നു. അത്രേ ഞങ്ങൾക്ക് പറയുള്ളൂ. ഇല്ല വിജയ് പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വിജയ് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. അപ്പോ ഒരു ഫാനായിട്ട് നിങ്ങളുടെ ഫീൽ? ഇത്രയും പടം അഭിനയിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര പറയാനുള്ളൂ. നല്ല പടമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ല സീൻ മസ്റ്റ് വാച്ചാണ്. നന്നായിട്ട് ഇഷ്ടമായില്ലായിരിക്കും. നല്ല ത്രില്ലർ. വിജയ് ഒരു നടനായിട്ട് ഇപ്പോ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുണ്ട്. അതുകുറിച്ച് നല്ല മാറ്റങ്ങൾ വരട്ടെ. ഇനിയും നല്ല മാറ്റങ്ങൾ വരട്ടെ. தவிர்க்க முடியாத தம்ப்நெயில்ஸ், கலக்கலான கண்டென்ட்ஸ், சினிமாவும் சீரியஸ் பிரச்சனைகளும், பல வருடங்கள் இடைவெளிக்கு பிறகு இந்த படத்துல ஒரு கலகலப்பும் கைகலப்பும், போயிட்டே தான் இருக்காரே தவிர பிரேக்கே இல்லாமல் பிரேக்கிங் நியூஸ் சொல்லும் தந்தி டிவி ஆப். இன்ஸ்டா தலைமுறை வரை இறங்கி அடிக்கும் தந்தி டிவியின் டிஜிட்டல் எக்ஸ்க்ளூசிவ். அது தண்ணிக்குள்ள போகும்போது ஹேங் ஆயிடுச்சு. உங்களுக்கு விஜய் சார் எந்த அளவுக்கு ரொம்ப பிடிக்கும்? Of course, Malayalis are huge Vijay sir fans. ரெண்டு பேருமே ரொம்ப பிடிக்கும் எனக்கு. தந்தி டிவி ஆப்பை இலவசமா டவுன்லோட் செய்யுங்க. ஃபாலோ பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, என்ஜாய் பண்ணுங்க.